സ്വന്തം ഉടായ്പകൾ മറച്ചു വെച്ച് കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും 3 മാസം അത്രേ എടുത്തുള്ളൂ. അപ്പോഴേക്കും പ്രശ്നമാണെന്നാണ് അവന്തിക പറയുന്നത്. എന്തായാലും അവന്തികയുടെ മെയിലേക്കൊന്ന് കിടക്കാം. മാഡം, എൻ്റെ പേര് അവന്തിക, യഥാർത്ഥ പേരല്ല. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 3 മാസമേ ആയുള്ളൂ. വീട്ടുകാർ ആലോചിച്ചുറപ്പിച്ച കല്യാണമാണ്. എനിക്ക് ഒരു ജോലിയൊക്കെ കിട്ടിയിട്ട് മാത്രം വിവാഹം മതിയെന്നായിരുന്നു താല്പര്യം. പക്ഷേ എൻ്റെ ചില പ്രശ്നങ്ങൾ വീട്ടുകാർ അറിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് കല്യാണം ഉറപ്പിച്ചത്. അവർ നിർബന്ധം പിടിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് ആദ്യം മനസ്സിലായില്ല. പിന്നീടാണ് എനിക്ക് തോന്നിയത് എൻ്റെ ചില കുഴപ്പങ്ങൾ അറിഞ്ഞുകൊണ്ടായിരിക്കുമെന്ന്. അതിനിടയാക്കിയ സംഭവങ്ങൾ പറയാം. +2 കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കുഞ്ഞമ്മ, അമ്മയുടെ അനിയത്തി, വിളിച്ചു. മോളെ, നീ ഇവിടെ വന്ന് പഠിക്ക്. കാര്യം ഇവിടെ അടുത്ത് നല്ല കോളേജുകളുണ്ട്, അഡ്മിഷനും കിട്ടും. പിന്നെ കുഞ്ഞമ്മയ്ക്ക് മക്കളില്ലാത്തത് കൊണ്ട് ഞങ്ങളോടൊക്കെ വാത്സല്യമാണ്. എല്ലാ അവധിക്കും ഞങ്ങളോട് പോയി നിൽക്കും. കുഞ്ഞമ്മയുടെ ഭർത്താവ് ഗൾഫിലാണ്. പിന്നെ കുഞ്ഞമ്മ നഗരത്തിൽ തന്നെയാണ് താമസിക്കുന്നത്. കൂട്ടിന് ഫുൾ ടൈം ഒരാളുമുണ്ട്, സഹായി. അത് ഒരു സ്ത്രീയാണ്. ആ ചേച്ചിയും എനിക്ക് നല്ല പരിചയമാണ്. അമ്മ ഇത് കേട്ടപ്പോഴേ എന്നോട് പറഞ്ഞു, ആ അതായിരിക്കും നല്ലത്. ഇവിടുത്തെ കുറേ ചിലവും കുറഞ്ഞു കിട്ടും. നിൻ്റെ കുഞ്ഞമ്മയ്ക്കാകുമ്പോൾ കുട്ടികളുമില്ല, ഇഷ്ടംപോലെ പൈസയുമുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ അവൾ നിൻ്റെ ചിലവുകളെല്ലാം നോക്കുള്ളൂ പറഞ്ഞു. അത് കേട്ടപ്പോൾ എൻ്റെ അച്ഛന് സന്തോഷമായി. കാര്യം ഞാൻ ഇത്തിരി കോസ്റ്റ്ലിയാണേ. ആവശ്യമുള്ളതും അനാവശ്യമുള്ളതുമൊക്കെ വാങ്ങിക്കൂട്ടുന്ന ടൈപ്പാണ്. അച്ഛന് അതിൻ്റെ പേരിൽ എന്നോട് വഴക്കിടാനേ നേരമുള്ളൂ. എന്നാലും പുള്ളി കാശ് ചിലവാക്കും. ഇതൊക്കെ കേട്ടപ്പോൾ അവർക്ക് സന്തോഷമായി. അങ്ങനെ ഡിഗ്രി തൊട്ട് കുഞ്ഞമ്മയുടെ കൂടെ നിന്ന് ഞാൻ പഠിക്കാൻ തുടങ്ങി. കുഞ്ഞമ്മയ്ക്ക് ഒരു സഹായ ചേച്ചി ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അവർക്ക് കുഞ്ഞമ്മയേക്കാൾ ഒരു 5-6 വയസ്സ് പ്രായം കൂടുതൽ കാണും. അവർക്കും ഭർത്താവൊന്നുമില്ല. 2 കുട്ടികളുണ്ട്, പെൺമക്കളാണ്. അവർ 2 പേരും പല സ്ഥലങ്ങളിലായി നിൽക്കുകയാണ്. ഏതോ ചാരിറ്റബിൾ സംഘടനകളാണ് അവരുടെ മക്കളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇവർ ഫ്രീ ആണ്. കുഞ്ഞമ്മയുടെ ആജ്ഞാനവൃത്തിയായി എപ്പോഴും കാണും. പിന്നെ നാട്ടിലൊക്കെ ഇറങ്ങി നടന്ന് ഗോസിപ്പുകളൊക്കെ കുഞ്ഞമ്മയ്ക്ക് കൊണ്ടു കൊടുക്കുന്നതും അവർ തന്നെ. അത്യാവശ്യം കാണാൻ സൗന്ദര്യമുള്ള ഒരാളാണ് അവരുടെ സഹായിയായ ലീല ചേച്ചി. പിന്നെ കുഞ്ഞമ്മ അതീവ സുന്ദരി തന്നെ. എന്നേക്കാളൊക്കെ 10 ഇരട്ടി സൗന്ദര്യം കുഞ്ഞമ്മയ്ക്കുണ്ട്. കുട്ടികളൊന്നും ഉണ്ടാകാത്തത് കൊണ്ട് അവരുടെ ശരീര സൗന്ദര്യത്തിന് ഇത്രയും നാളായിട്ടും ഒരിടവും തട്ടിയിട്ടില്ല. പിന്നെ കുഞ്ഞമ്മയുടെ ഹസ്ബൻഡിനെ കാണാനും സൂപ്പർ സുന്ദരനാണ്. പുള്ളി വല്ലപ്പോഴേ വരികയുള്ളൂ. വേണമെങ്കിൽ കുഞ്ഞമ്മയ്ക്ക് ഭർത്താവിൻ്റെ കൂടെ പോയി താമസിക്കാവുന്നേ ഉള്ളൂ ഗൾഫിൽ. പക്ഷേ വർഷങ്ങളായി അങ്ങനെ ചെയ്യുന്നില്ല. ആദ്യമൊന്നും ഞാൻ ആ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല. ഈ വീട്ടിൽ താമസിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞമ്മ അങ്ങോട്ട് മാറുമ്പോൾ ലീല ചേച്ചി എന്നോട് പറയും, എന്തുകൊണ്ടാണ് ഭർത്താവ് വർഷത്തിലൊരിക്കൽ വരുന്നതെന്നും നിൻ്റെ കുഞ്ഞമ്മ അവിടെ പോയി താമസിക്കാത്തതെന്നും അറിയാമോ? ഞാൻ പറഞ്ഞു, ഞാനെങ്ങനെ അറിയാനാണ്? അതേ, കുട്ടികളില്ലെങ്കിൽ ഭർത്താക്കന്മാർക്ക് ഭാര്യമാരെ വലിയ വിലയൊന്നും കാണില്ല. അതിപ്പോൾ കുഞ്ഞമ്മയുടെ കുഴപ്പമാണോ അതോ കുഞ്ഞമ്മയുടെ ഭർത്താവിൻ്റെ കുഴപ്പമാണോന്ന് ആർക്കറിയാം എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഓ, നിൻ്റെ കുഞ്ഞമ്മയുടെ കുഴപ്പം തന്നെയാണ് മോളെ, അല്ലാതെന്താ? പുള്ളിക്കാരി തന്നെ എന്നോട് എപ്പോഴും കരഞ്ഞു പറയാറുള്ളതല്ലേ. ഭർത്താവിന് അവിടെ വേറെ എന്തൊക്കെയോ സെറ്റപ്പ് ഉണ്ടെന്നാണ് തോന്നുന്നത്. അതിനൊക്കെ കുഞ്ഞമ്മയെ കണ്ണടയ്ക്കും. എന്ത് സെറ്റപ്പ്? ആ, വേറെ ഏതോ മലയാളി പെണ്ണുങ്ങളുമായിട്ട് അവിടെ ജീവിക്കുന്നുണ്ടെന്നോ വേറെ കുട്ടികളുണ്ടെന്നോ ഒക്കെ ഞാൻ കേട്ടു. നാട്ടുകാരാണ് എന്നോട് പറഞ്ഞത്. ഞാൻ വന്ന് നിൻ്റെ കുഞ്ഞമ്മയോട് ചോദിച്ചപ്പോൾ കുഞ്ഞമ്മ എന്നോട് പറഞ്ഞത്, ആ, എന്തെങ്കിലും ആയിക്കോട്ടെ, എനിക്ക് നല്ല പണവും ചിലവിനും കിട്ടുന്നുണ്ടല്ലോ. അങ്ങേർ വർഷത്തിലൊരിക്കലും വരുന്നുണ്ട്. എൻ്റെ പേര് ചീത്തയാകുന്നില്ലല്ലോ, അത് മതി. കുട്ടികളില്ലെങ്കിൽ കുട്ടികളില്ല എന്നല്ലേ ഉള്ളൂ. വേറെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം വേണമെന്നുണ്ടെങ്കിൽ പോയിക്കോട്ടെ, ലീഗലി എൻ്റെ ഭർത്താവ് തന്നെയല്ലേ എന്ന് പറഞ്ഞെന്ന്. ഇതൊന്നും എനിക്കറിയില്ല, എൻ്റെ അമ്മയ്ക്ക് പറയില്ല. ഞങ്ങളുടെ കുടുംബത്തിൽ അവർ 2 പേരും സന്തോഷകരമായി ജീവിക്കുന്നു. ആകെ ഒരു പ്രശ്നം, എൻ്റെ കുഞ്ഞമ്മയ്ക്ക് കുട്ടികളില്ല, അത്രേ ഉള്ളൂ. പക്ഷേ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഗോസിപ്പ് പറയാൻ ലീല ചേച്ചിയേക്കാൾ മിടുക്കി ആരുമില്ല. വർഷങ്ങളായി തിന്ന ചോറിൻ്റെ കൂറൊന്നും പുള്ളിക്കാരിക്കില്ല. ആരോട് വേണമെങ്കിലും എന്ത് രഹസ്യങ്ങളും ചോർത്തി കൊടുക്കുമെന്ന് എനിക്ക് മനസ്സിലായി. അവർ അവിടെ ഇല്ലാത്ത സമയത്ത് കുഞ്ഞമ്മയോട് വിശദമായി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞമ്മ എന്നോട് പറഞ്ഞു, നീ എൻ്റെ മോളല്ലേ, നിന്നോട് ഞാൻ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞത്? അവൾ പറഞ്ഞത് ശരിയാണ്. പിന്നെ അവൾക്ക് നാക്കിനില്ലെന്ന് എനിക്കറിയാം. അവൾ ലോകമാസകലം നടന്ന് എല്ലാ രഹസ്യ വിവരങ്ങളും എന്നോട് വന്ന് പറയുമ്പോഴേക്കും എൻ്റെ കാര്യങ്ങൾ ആളുകളോട് പറയില്ലേ? ആ, കുഴപ്പമില്ല. എനിക്കിപ്പോൾ പ്രായമായില്ലേ മോളെ, പ്രശ്നങ്ങളില്ലാതെ ദാമ്പത്യം ഇത്രയും നാൾ പോയല്ലോ. ഇനി എന്തെങ്കിലും ആയിക്കോട്ടെ. എന്തായാലും ഞാൻ അനാഥയാകില്ല. ഇഷ്ടം പോലെ സ്വത്തുക്കളും കാശും അങ്ങനെ അധ്വാനിച്ച് എനിക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ കുട്ടികളില്ലെങ്കിലും എവിടെയെങ്കിലും പോയി എനിക്ക് 5 സ്റ്റാർ ഫെസിലിറ്റിയിൽ ജീവിക്കാം എന്ന് കുഞ്ഞമ്മ പറഞ്ഞു. കുഞ്ഞമ്മയ്ക്ക് നല്ല ധൈര്യമുണ്ട്. പിന്നെ സൗന്ദര്യമുള്ളത് കൊണ്ട് പുള്ളിക്കാരിയെ ആരെ വേണമെങ്കിലും നോക്കുകയും ചെയ്യും. കുഞ്ഞമ്മയുടെ ഒരുക്കമൊക്കെ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് സംശയം തോന്നുമെങ്കിലും ഒരു ഫോൺ കോൾ പോലും വരുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് അവർ സ്വന്തം സൗന്ദര്യം സംരക്ഷിക്കാൻ വേണ്ടി ഒരുങ്ങുന്നു. അതല്ലാതെ വേറെ ദുസ്വഭാവങ്ങൾ ഒന്നുമില്ലെന്ന് എനിക്ക് തോന്നി. കുഞ്ഞമ്മ ഒരു മാതൃകയാണ്.
ഞാൻ ചെന്ന് 4 മാസം കഴിഞ്ഞപ്പോൾ കുഞ്ഞമ്മ ഏതോ അമ്പലത്തിലെ ടൂറാന്ന് പറഞ്ഞ് 4 ദിവസം അങ്ങ് പോയി. 4 ദിവസം കഴിഞ്ഞിട്ടാണ് വന്നത്. ലീല ചേച്ചി എനിക്ക് കൂട്ടുണ്ടായിരുന്നു. പക്ഷേ പോയി 2ാമത്തെ ദിവസം ലീല ചേച്ചി എന്നോട് പറഞ്ഞു, അമ്പലങ്ങളിലൊക്കെ കറങ്ങി നടക്കുന്ന കുഞ്ഞമ്മയോർത്ത് മോൾക്ക് നല്ല സങ്കടം തോന്നും അല്ലേ? പിന്നെ കൂടെ പോയിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു എന്നും തോന്നും. അതെ ചേച്ചി, ശരിയാണ്, കൂടെ പോകണമായിരുന്നു. ഞാനത് പറഞ്ഞു കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ലീല ചേച്ചി പൊട്ടിച്ചിരിച്ചു. മോള് കൂടെ പോയിട്ട് തിരിച്ചു വന്നിരുന്നെങ്കിൽ മോൾക്ക് അക്കടി പറ്റിയേനെ. അതെന്താ ചേച്ചി അങ്ങനെ? ആ, നിന്റെ കുഞ്ഞമ്മയ്ക്ക് കുട്ടികളുണ്ടാകില്ലല്ലോ, അതുകൊണ്ട് ക്ഷേത്ര ദർശനം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഉണ്ടാകില്ല. പക്ഷേ നീ പോയിട്ട് വന്നു കഴിഞ്ഞാൽ കുഞ്ഞമ്മയ്ക്ക് എന്താണ് നടക്കാത്തത്, അത് നിനക്ക് നടക്കുമെന്ന്. ഞാൻ ചോദിച്ചു, ഇതെന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലായില്ലെന്നും. എൻ്റെ പൊന്നു മോളെ, ക്ഷേത്രത്തിലോ ഒന്നും അല്ല പോയിരിക്കുന്നത്, ആണുങ്ങളോട് കറങ്ങാനാണ് പോയിരിക്കുന്നത്. ഒരു സോഷ്യൽ മീഡിയയിലെ ഗ്രൂപ്പിൽ നിന്ന് കറങ്ങാൻ പോവുകയാണ്. ക്ഷേത്രമെന്നാണ് പേര്, പക്ഷേ അവർ ഒരു ക്ഷേത്രത്തിൻ്റെ ഗോപുരം പോലും കാണാറില്ല. മോളുടെ കുഞ്ഞമ്മയുടെ പഴയ കാമുകന്മാരുമുണ്ട്. 5-6 മാസം കൂടിയിരിക്കുമ്പോൾ മാത്രമേ ഇങ്ങനെ പോവുകയുള്ളൂ. പേര് അമ്പലത്തിൽ പോവുക, ഭർത്താവിനെ അങ്ങനെ പറഞ്ഞ് ധരിപ്പിച്ചിട്ടാണ് പോവുക. അല്ല ചേച്ചി, കുഞ്ഞമ്മയുടെ ഭർത്താവിന് വേറെ ചുറ്റിക്കളികളുണ്ട്, അതൊക്കെ കുഞ്ഞമ്മയ്ക്ക് അറിയുകയും ചെയ്യാം. അങ്ങനെയാണെങ്കിൽ കുഞ്ഞമ്മയ്ക്ക് ഇങ്ങനെ കറങ്ങാൻ സ്വാതന്ത്ര്യമില്ലേ? ഭർത്താവിനോട് ഇപ്പോൾ പറഞ്ഞിട്ട് പോകേണ്ട കാര്യമില്ലല്ലോ. കുഞ്ഞമ്മയ്ക്ക് ഇഷ്ടമുള്ളത് കുഞ്ഞമ്മയ്ക്ക് ചെയ്യാമല്ലോ. ആ, പക്ഷേ മോളുടെ കുഞ്ഞമ്മ അങ്ങനെയല്ല. ഭർത്താവിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പൊട്ടിക്കരഞ്ഞു. നിങ്ങളുടെ ഇഷ്ടം നടക്കട്ടെ, ഞാനിവിടെ കാണും, എന്നെ നിങ്ങൾ മറക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സെൻറ്റിമെൻറ്റ്സ് പറഞ്ഞ് അയാളെ വലയിലാക്കി. അങ്ങേരവിടെ എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിലും ഇവിടെ കുട്ടികളില്ലാത്തതുകൊണ്ട് കുഞ്ഞമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല മോളെ. കാര്യം അവർ ഇഷ്ടം പോലെ പണം സ്വന്തമാക്കുന്നുണ്ട്. മറ്റേ സ്ത്രീകൾക്ക് കൊടുക്കുന്നതിനേക്കാളൊക്കെ കൂടുതൽ ഇവിടെ അവർ കറക്റ്റായിട്ടുള്ള എമൗണ്ട് എല്ലാ മാസവും വാങ്ങിച്ചെടുക്കും. ഗിഫ്റ്റ്, നിലം. നിനക്കറിയാമോ, ഈ സിറ്റിയിൽ തന്നെ നിന്റെ കുഞ്ഞമ്മയ്ക്ക് 2 വീടുകളുണ്ട്, അതും സ്വന്തം പേരിൽ. ഇതെല്ലാം എങ്ങനെ ഉണ്ടാക്കിയത്? ഒന്നും പുറത്തുനിന്നൊന്നും പൈസയല്ല, എല്ലാം ഭർത്താവിനോട് സെൻറ്റിമെൻറ്റ്സ് പറഞ്ഞ്. ആ, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കൂ, ഞാൻ നിങ്ങളെ നോക്കിയിരിക്കല്ലേ, എനിക്കെന്തുണ്ട് എന്ന് പറഞ്ഞ് പുള്ളിക്ക് കിട്ടുന്ന ഭൂരിഭാഗം പണവും ഓരോ മാസവും വാങ്ങിയെടുക്കും, ചിലപ്പോൾ കൂടുതലും. അങ്ങനെ സമ്പാദിച്ചു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത്ര കോൺഫിഡൻസ്. പിന്നെ പുള്ളിക്കാരിക്കും വേണ്ടേ ഭർത്താവിനോട് ഒരു മധുര പ്രതികാരം. അതുകൊണ്ട് 6 മാസം കൂടി ഇരിക്കുമ്പോഴേക്കും ഒരു തീർത്ഥാടനമുണ്ട്. തീർത്ഥാടനമല്ലെന്ന് എനിക്കറിയാം. ആ, പോയി റിലാക്സ് ആകട്ടെ എന്ന് ഞാനും വിചാരിച്ചു. അല്ല ലീലേച്ചി, ഞാൻ ഒന്ന് ചോദിക്കട്ടെ? ലീലേച്ചി ഈ രഹസ്യങ്ങളൊക്കെ എന്നോട് പറയുന്നു. ഇതേപോലെ തന്നെ ഇവിടെ കുഞ്ഞമ്മയുടെ കൂടെ നിന്നിട്ട് പുറത്തുള്ളവരോട് പോയി പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞമ്മയുടെ പേര് ചീത്തയാകില്ലേ? അയ്യോ, മോടെ കുഞ്ഞമ്മയുടെ പേര് ഇനി എന്ത് ചീത്തയാകാനാണ്? ഈ ടൂർ പോകുന്നതിൻ്റെ രഹസ്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നത് ഈ നാട്ടിൽ തന്നെയുള്ള പെണ്ണുങ്ങളാണ്, ഈ സിറ്റി താമസിക്കുന്ന പെണ്ണുങ്ങൾ. അപ്പം അവർ മറ്റുള്ളവരോട് പറയില്ലേ മോളുടെ കുഞ്ഞമ്മയ്ക്ക് അത്യാവശ്യം പേരുദോഷമുണ്ട്? പിന്നെ ഞാനിത് മോളോട് പറഞ്ഞെന്നോ മറ്റുള്ളവരോട് പറഞ്ഞെന്നോ ഒന്ന് പറഞ്ഞ് കുഞ്ഞമ്മയ്ക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. പുള്ളിക്കാരി ഞാനുമായിട്ട് ഉടക്കാനൊന്നും വരില്ല. കാര്യം എൻ്റെ രഹസ്യങ്ങളൊക്കെ പുള്ളിക്കാരിക്കും പുള്ളിക്കാരുടെ രഹസ്യങ്ങളൊക്കെ എനിക്കും അറിയാം. അപ്പോൾ ചേച്ചി ഇടയ്ക്കിടയ്ക്ക് തീർത്ഥാടനത്തിന് പോകാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു, ഞാനെന്തിനാണ് ഈ തീർത്ഥാടനത്തിന് പോകുന്നേ? എനിക്ക് ഭർത്താവില്ല, 2 പെൺമക്കളേ ഉള്ളൂ. അവർ 2 പേരും സുരക്ഷിതമായ സ്ഥലത്താണ്. എനിക്ക് എൻ്റെ പേരുദോഷമൊന്നും നോക്കേണ്ട കാര്യമില്ല. ഞാൻ തീർത്ഥാടനത്തിനൊന്നും പോയില്ല. ചിലപ്പം ഉച്ച കഴിഞ്ഞ് അല്ലെങ്കിൽ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിഷ്ടമുള്ള ആൾക്കാരെ വിളിക്കുമ്പോൾ ഞാൻ പോകും. 2-3 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരും. ഉച്ച കഴിഞ്ഞൊക്കെ ഞാൻ പോകുന്നത് നീ ശ്രദ്ധിച്ചിട്ടില്ലേ? എൻ്റെ ബന്ധുവീടുകളിൽ പോകാനെന്ന് പറഞ്ഞ് ഞാൻ പോകും. പക്ഷേ ഞാനവിടെ പോകുന്നത് പൂജിക്കാനല്ല മോളെ, എനിക്ക് ഒന്ന് റിലാക്സ് ആകാനും പിന്നെ ക്യാഷും കിട്ടും. എന്നെ അറിയാവുന്നവരുണ്ട്, ഇഷ്ടപ്പെടുന്നവരുണ്ട്. അവർ വിളിക്കുമ്പോൾ ഞാൻ പോകാതിരുന്നു കഴിഞ്ഞാൽ എന്നെക്കുറിച്ച് അവരെന്ത് വിചാരിക്കും മോളെ എന്ന് പറഞ്ഞ് ചേച്ചി എൻ്റെ കവളിൽ നിന്നുള്ളി. ചേച്ചി, ഈ കാര്യങ്ങളൊക്കെ എൻ്റെ വീട്ടിലെങ്ങാനും പറയാമെങ്കിൽ അവർ എന്നെ ഇവിടുന്ന് ഓടി വന്ന് അടിച്ചിറക്കിക്കൊണ്ട് പോകുന്നു. ആരോടും പറയാൻ പോകരുത്. അതിനല്ലേ മനുഷ്യന് ബുദ്ധി വന്നിരിക്കുന്നത്. രഹസ്യമായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ട്. പിന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നീ ഇപ്പോൾ വന്ന് ഡിഗ്രിക്ക് ജോയിൻ ചെയ്തു, വല്ല ലൈനുമായോ? അയ്യോ ചേച്ചി, വന്നിട്ട് 3-4 മാസമല്ലേ ആയുള്ളൂ, അപ്പോഴേക്കും ഇങ്ങനെ ലൈൻ വരിക? ആ, ലൈൻ വലിക്കാനിപ്പോൾ 3-4 മാസം വേണം മോളെ. 10 മിനിറ്റ് പോരെ? നിനക്ക് ആരെ ഇഷ്ടപ്പെട്ടില്ലേ? എനിക്ക് ചിലരെയൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, ആരുടെങ്കിലും പ്രേമം തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒളിച്ചു പാത്തും കറങ്ങി നടക്കരുത്. മോള് നേരെ അവനെ വിളിച്ചോണ്ട് ഇവിടെ വരിക. നിങ്ങൾക്ക് ഇവിടെ എല്ലാ സൗകര്യങ്ങളുമായി കുഞ്ഞമ്മയും ഞാനും ഉണ്ടാകും. ചേച്ചി എന്താ പറയുന്നത്? ഒരു പ്രശ്നവുമില്ലെന്നേ. കുഞ്ഞമ്മ സമ്മതിക്കും. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ അമ്മാവൻ്റെ മകൻ ഇവിടെ പഠിച്ചിരുന്നില്ലേ? ആ അരുൺ ചേട്ടൻ, പുള്ളി MBA ഇവിടെ പഠിച്ചത്. കല്യാണം കഴിച്ചല്ലോ. ഇപ്പോൾ പ്രേമിച്ചാണോ കല്യാണം കഴിച്ചത്? അല്ല, വീട്ടുകാർ ആലോചിച്ചുറപ്പിച്ച കല്യാണമായിരുന്നു.
എങ്കിൽ ആ ചെക്കൻ ഇവിടെ പഠിച്ച കാലത്ത് ഹോസ്റ്റലായിരുന്നു നിന്നിരുന്നത്. എങ്കിലും അവിടുന്ന് 2-3 പെൺകുട്ടികളെ ഇവിടെ കൂട്ടിക്കൊണ്ട് വരുമായിരുന്നു. അങ്ങനെ 2 വർഷത്തിനിടയ്ക്ക് 3 പെൺകുട്ടികളുമായിട്ട് അവന് പ്രേമമുണ്ടായിരുന്നു. ആ 3 പേരെ അവൻ കല്യാണം കഴിച്ചിട്ടില്ലെന്ന് ഞാനും അറിഞ്ഞു. ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തത് നിന്റെ കുഞ്ഞമ്മയായിരുന്നു. അയ്യോ, എനിക്കിത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. കുഞ്ഞമ്മ എന്തിനിങ്ങനെ ചെയ്യുന്നു? ആ, അവിടെയാണ് ടെസ്റ്റ്. അതിൽ കുഞ്ഞമ്മയ്ക്കും ഗുണമുണ്ട്. എന്ത് ഗുണം? അവൻ വരുമ്പോഴില്ലേ അവൻ്റെ കൂട്ടത്തിലുള്ള നല്ല ചുള്ളനായ ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെ കൊണ്ടായിരിക്കും വരിക. അവൻ അവൻ്റെ കാമുകിയുമായി അനുവദിച്ചു കൊടുത്തിട്ടുള്ള റൂമിലേക്ക് പോകും. കുഞ്ഞമ്മ ആ സമയത്ത് എന്നെ ഒന്ന് നോക്കാൻ ഏൽപ്പിച്ചിട്ട് അവൻ്റെ ഫ്രണ്ടുമായി അങ്ങ് പോവുകയും ചെയ്യും. കുഞ്ഞമ്മയുടെ റൂമിൽ പോയിരുന്ന് അവർ ചെസ്സ് കളിക്കും മോളെ എന്ന് പറഞ്ഞ് എന്നെ നുള്ളി. എന്നാലും ഇത്രയും സംഭവങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ലീല ചേച്ചി പറയുകയാണ്, എൻ്റെ പൊന്നു മോളെ, സത്യം പറഞ്ഞാൽ അതിൽ കൂടുതലൊക്കെയുണ്ട്. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം. നിൻ്റെ കുഞ്ഞമ്മ തന്നെയാണ് നിന്നോട് ഈ കാര്യങ്ങളെല്ലാം പറയണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചത്. ആ, അതെന്തിനാ? നീ ആ വീട്ടിലെ ഇത്തിരി ഇളക്കക്കാരിയാണെന്നും കുഞ്ഞമ്മയുടെ സ്വഭാവമായി നിനക്ക് നല്ല സാമ്യമുണ്ടെന്നും നിന്നെ ഇവിടേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം നിന്നോട് പറഞ്ഞ് നിൻ്റെ സപ്പോർട്ടും തേടി ഇനി കുറച്ചുകൂടി നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് കുഞ്ഞമ്മയുടെ ആഗ്രഹം. എന്ന് വെച്ചാൽ എന്താ? നീ മിടിക്കുകയല്ലേ? നിനക്ക് നല്ല ആൺ ഫ്രണ്ട്സൊക്കെ ഇല്ലേടി? അവരെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വാ. കുഞ്ഞമ്മ അവർക്ക് കഞ്ഞിയും കറിയും വെച്ച് കൊടുക്കും. ആ, പിന്നെ 1-2 മണിക്കൂർ കുഞ്ഞമ്മയും അവരുമായി ഒന്ന് ചെസ്സും കളിക്കും. അത്രയേ ഉള്ളൂ. നിനക്കും നല്ല ഇളക്കം ഉണ്ടെന്നാണ് കുഞ്ഞമ്മ പറയുന്നത്. അയ്യോ, എനിക്കങ്ങനൊന്നുമില്ല. മോളെ, നീ നിൻ്റെ അച്ഛനെ പേടിച്ചിട്ടല്ലേ നാട്ടിൽ അടങ്ങി നിന്നത്? കുഞ്ഞമ്മയുടെ തനി പകർപ്പാ നീ. നിൻ്റെ അമ്മയുടെ സ്വഭാവം നിനക്ക് വളരെ കുറവാണെന്നാണ് കുഞ്ഞമ്മ പറയുന്നത്. അതുകൊണ്ട് മോളെ, ഈ കൂട്ടത്തിൽ കൂടി കുമ്മി അടിച്ചു. അതാണ് നിനക്ക് നല്ലത്. നീ നല്ല നല്ല കാമുകന്മാരെ കണ്ടെത്തുക. കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടല്ല. ഇവിടെ ഒരു കുഴപ്പമില്ല. കുഞ്ഞമ്മയ്ക്കും അതാണ് ആഗ്രഹം. ഇനി നിനക്ക് നിൻ്റെ കാമുകനോട് ഭയങ്കര സ്നേഹമാണ് എന്ന് വെച്ചോ, സാരമില്ല. കാമുകൻ വേണമെന്നില്ല. കൂടെ വരുന്ന ഫ്രണ്ട്സ് ഉണ്ടല്ലോ, നല്ല ചുള്ളന്മാർ, അവരെ കൂട്ടിക്കൊണ്ട് വരിക. പക്ഷേ ഒരു കാര്യം ഓർക്കുക, നിൻ്റെ ഗേൾ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അവളുമാരിവിടെ കൂട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ കുഞ്ഞമ്മ ചോലും കെട്ടെടുത്ത് നിന്നെ അടിച്ചു ചാടിക്കും എന്ന് പറഞ്ഞു. അയ്യോ, ഇതൊക്കെ കുഞ്ഞമ്മ ചേച്ചിയോട് പറയാൻ ഏൽപ്പിച്ചതാണോ? അതെ, എല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചതാണ്. ഈ ടൂറ് കഴിഞ്ഞ് പോയി വരുമ്പോഴേക്കും മോള് പുതിയൊരാളായി മാറണം. കുഞ്ഞമ്മയുടെ കാര്യങ്ങൾക്കും ഞങ്ങളുടെ എല്ലാവരുടെയും കാര്യത്തിന് സപ്പോർട്ട് ചെയ്യുന്ന മിടുക്കിയായ കുഞ്ഞമ്മയ്ക്ക് ഒരു പന്തയ കുതിരയായി തോന്നണം മോള് ഇവിടെ നിന്ന് കഴിയുമ്പോഴേക്കും വീട്ടിൽ അച്ഛനും അമ്മയും പേടിച്ചതുപോലെ നടക്കരുത്. ഇത് നഗരമാണ്. ഇവിടെ നമ്മൾക്ക് ആടി തിമിർക്കണം. എന്തായാലും നിൻ്റെ അച്ഛൻ്റെ സ്വഭാവം അനുസരിച്ച് ഒരു ചെക്കനെ കണ്ടെത്തി നിന്നെ കൊണ്ട് കല്യാണം കഴിപ്പിക്കും. അതായിരിക്കും അവർ ചെയ്യാൻ പോകുന്നത്. അതല്ലാതെ വേറൊന്നുമില്ലെന്നാണ് മോളുടെ കുഞ്ഞമ്മ പറയുന്നത്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുക, ഇപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ചേർന്ന് മോൾ നന്നായി ജീവിക്കുക. അതായിരിക്കും നല്ലത്. ഇനി മോളോട് ഈ കാര്യങ്ങളൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി കുഞ്ഞമ്മ വരില്ല. എല്ലാം എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഞാനാണല്ലോ ഇവിടുത്തെ മന്ത്രി. കുഞ്ഞമ്മ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ 2 പേരും കൂടെ പോയി സ്വീകരിച്ചു. അപ്പോൾ കുഞ്ഞമ്മ ചോദിച്ചു, ലീലേ, ഈ ദിവസങ്ങൾക്കുള്ളിൽ നീ ഇവക്ക് സ്റ്റഡി ക്ലാസ് കൊടുത്തോന്ന്. അപ്പോൾ ലീല ചേച്ചി പറഞ്ഞു, അവൾക്ക് ഇനി കൊടുക്കാനൊരു ക്ലാസ് ഇല്ല, അതേപോലെ ക്ലാസ് ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന്. അപ്പോൾ കുഞ്ഞമ്മ പറഞ്ഞു, അത് നന്നായി. എനിക്കാണെങ്കിൽ ഭയങ്കര നടുവേന. കുനിഞ്ഞു നിന്ന് ഒരു പ്ലാവൽ പോലും എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കുറച്ച് നാളത്തേക്ക്. അപ്പോൾ ലീല ചേച്ചി കളിയാക്കി പറയുകയാണ്, അതങ്ങനെ 2-3 ദിവസം അടുപ്പിച്ച് കുനിഞ്ഞു നിന്ന് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നടുവിന് പിന്നെ 2 മാസത്തേക്ക് കേടാണെന്ന്. പക്ഷേ പേടിക്കേണ്ട കാര്യമില്ല. ഇനി ടൂറ് 6 മാസം കഴിയുമ്പോഴല്ലേ, അപ്പോഴേക്കെല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് കുഞ്ഞമ്മയെ കളിയാക്കി. അവർ 2 പേരും നല്ല ഫ്രണ്ട്സിനെ പോലെയാണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ കുഞ്ഞമ്മ എന്നോട് തുറന്ന് സംസാരിച്ചു. ഭർത്താവ് ഇങ്ങനെയൊക്കെ വഴിതെറ്റിപ്പോയെങ്കിലും അങ്ങേരെ സ്നേഹം ഭാവിച്ച് അങ്ങേരുടെ അധ്വാനത്തിൻ്റെ ഫലമെല്ലാം കുഞ്ഞമ്മ ചേർത്ത് വെക്കുകയാണ്. പിന്നെ അങ്ങേരെ എൻജോയ് ചെയ്യുമ്പോൾ കുഞ്ഞമ്മയ്ക്ക് അടങ്ങിയിരിക്കാൻ പറ്റുമോ? എങ്കിലും നാട്ടിൽ പേരുദോഷം ഉണ്ടാക്കാതിരിക്കാൻ. ഇനി അഥവാ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിന് ഒരു കാരണം പറയണ്ടേ? തീർത്ഥയാത്ര, അല്ലെങ്കിൽ ബന്ധുക്കൾ വന്നു എന്നൊക്കെ പറയാം. ഇപ്പം നിൻ്റെ കൂടെ നിൻ്റെ കാമുകൻ വരികയാണ്, കാമുകൻ്റെ സുഹൃത്ത് വരികയാണ്. അപ്പം ഞാൻ എന്താ പറയും? അയ്യോ, എൻ്റെ കുഞ്ഞിൻ്റെ ലവറും പിന്നെ അവൻ്റെ കൂട്ടുകാരനും വന്നു, ഞാൻ അവരെ സൽക്കരിച്ചു, അവർ 3 മണിക്കൂർ കഴിഞ്ഞ് തിരിച്ചുപോയി. എന്താ പ്രശ്നം? ഭർത്താവാണെങ്കിലും നാട്ടുകാരാണെങ്കിലും ചോദിക്കുമ്പോൾ നമുക്ക് പറയാനൊരു കാരണം വേണം. അകത്ത് മോളെ എന്താ നടക്കുന്നതെന്ന് ആർക്കറിയാം? അതൊക്കെ ഇപ്പം നമുക്ക് തെളിവിന് കൊടുക്കാൻ പറ്റുമോ? ഇതാണ് ലോകം. ആളുകളെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാൻ നമുക്ക് എന്തെങ്കിലും ഉത്തരങ്ങൾ വേണം. പെട്ടെന്നൊന്നിനും പിടികൊടുക്കരുത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നന്നായി ജീവിച്ചു പോകാമെന്ന് കുഞ്ഞുമ്മ പറഞ്ഞു.
അപ്പോൾ മോളെങ്ങനെ സ്റ്റാർട്ട് ചെയ്യുകയല്ലേ? ഇനി ആരുടെങ്കിലും ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ അതൊന്നും നിയന്ത്രിക്കരുത്. പിന്നെ കല്യാണം കഴിക്കുന്നത് അച്ഛനും അമ്മയും പറയുന്ന ആളെ മാത്രമായിരിക്കണം കേട്ടോ. എല്ലാം ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞു. പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഡിഗ്രി ഫസ്റ്റ് ഇയറിലെ മാഡം, ആ സമയത്തൊന്നും എനിക്കിതൊക്കെ കണ്ടിട്ട് കേട്ടും കൗതുകം ഉണ്ടെന്നല്ലാതെ ധൈര്യമില്ല. പക്ഷേ സെക്കൻഡ് ഇയർ ആയപ്പോഴേക്കും എനിക്ക് ധൈര്യമായി. പലരോടും ഞാൻ സംസാരിക്കാൻ തുടങ്ങി. പലരും എന്നോട് സംസാരിക്കാനും വന്നു. ആ സമയത്തൊക്കെ അവരുമായി ഞാൻ കറങ്ങാനൊന്നും പോകാതെ നേരെ കുഞ്ഞമ്മയുടെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അവിടെ വലിയ ബലമൊന്നും പിടിക്കാൻ പോയില്ല. പൊസസീവ്നെസ്സും കാണിക്കാൻ പോയില്ല. കാര്യം എനിക്കും ഗുണം വേണം, കുഞ്ഞമ്മയ്ക്കും ഗുണം വേണം. അങ്ങനെ എന്നോട് ആദ്യം പ്രേമം പറഞ്ഞ ആളോട് ഞാൻ പറഞ്ഞു, എൻ്റെ കുഞ്ഞമ്മയാണ് എന്നെ നോക്കുന്നത്. കുഞ്ഞമ്മ ശരിക്കും ഒത്തിരി ദുഃഖത്തിലാണ്. അവർക്ക് ഒരു റിലാക്സേഷൻ ഇല്ല. അവർക്കൂടി സാന്ത്വനമേകുന്ന ഒരാൾ മാത്രമേ എൻ്റെ ജീവിതത്തിൽ കാണാവൂ എന്ന് പറഞ്ഞു. അവനോർത്ത് കാണും ഒരു വെടിക്ക് രണ്ട് കിളിയെന്ന്. ഞാനൊരു ബുദ്ധിയില്ലാത്തവളാണെന്നും അവൻ വിചാരിച്ച് കാണും. പക്ഷേ എനിക്ക് നല്ല ബുദ്ധിയുണ്ടല്ലോ. എല്ലാ കാര്യങ്ങളും സ്മൂത്തായി പോകണ്ടേ. അതുകൊണ്ട് അതങ്ങനെ തുടങ്ങി. അത് 3-4 മാസം കഴിഞ്ഞപ്പോഴേക്കും അടുത്തൊരാൾ എന്നുള്ള നിലയിലേക്ക് എൻ്റെ മനസ്സ് മാറി. ചുരുക്കം പറഞ്ഞാൽ പ്രേമിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്ന എൻ്റെ മനസ്സ് താൽക്കാലിക പ്രേമത്തിലേക്ക് മാറിപ്പോയി മാഡം. കാര്യം ഓരോരോ പുതുമകളുള്ള പുതിയ പൂവുകൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. എൻ്റെ മുടി ഞാൻ സ്ട്രെയിറ്റ് ചെയ്തു, ഹെയർ സ്പാ ചെയ്തു. പിന്നെ ബ്യൂട്ടി പ്രോഡക്ട്സുകളൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. എല്ലാത്തിനും അവലംബം എൻ്റെ കുഞ്ഞമ്മയായിരുന്നു. ആലംബവും അവർ ഇഷ്ടം പോലെ കാശ് തന്നു. പിന്നെ കുഞ്ഞമ്മയുടെ എൻ്റെ മനസ്സ് ഒരേപോലെയായി. കുഞ്ഞമ്മ പറഞ്ഞു, എടി അരുണുണ്ടായിരുന്നപ്പോൾ അവൻ വല്ലപ്പോഴൊക്കെയാണ് ഇവിടെ വരിക. നീ ഇപ്പോൾ സ്ഥിരതാമസമാക്കി എൻ്റെ കൂടെ ചേർന്നതുകൊണ്ട് എനിക്ക് മിക്കവാറും എല്ലാ ദിവസങ്ങളിലും എൻ്റെ ജീവിതം നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അതേപോലെ മോൾക്കും നല്ല റിലാക്സേഷൻ ഇല്ലേ? ഒരേ ഒരാളെ മാത്രം പ്രേമിച്ചിരുന്നെങ്കിൽ എങ്ങനെയാകും അവസ്ഥ എന്നെന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ടെറബിൾ, ഹൊറബിൾ. ഇതാണ് ഞാനും എൻ്റെ ഭർത്താവിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങേരെന്തിനാണ് എന്നെ മാത്രം ആലോചിച്ചിരിക്കുന്നത്? എന്തെങ്കിലും പൊക്കോട്ടെ മോളെ, സാരമില്ല. എനിക്ക് കിട്ടേണ്ടത് കിട്ടിയാൽ മതി. ഇതാണ് നല്ലത്. അങ്ങേരുടെ കൂടെ ഗൾഫിൽ പോയി ഞാൻ നിന്നിരുന്നെങ്കിൽ അടിയും വഴക്കും മിച്ചം. പക്ഷേ ഇവിടെ ഇപ്പോൾ അംഗവും കാണാം, താളി ഓടിക്കാം എന്നല്ലേ എന്ന് പറഞ്ഞു. എല്ലാത്തിനും സഹായിയായി ലീല ചേച്ചി ഉണ്ടായിരുന്നു. അങ്ങനെ 5 വർഷം അടിച്ചു പൊളിച്ചു. 5 വർഷത്തിനുള്ളിൽ എണ്ണം എത്രയെന്ന് ചോദിക്കരുത്, അറിയില്ല. എണ്ണാനുള്ള മനസ്സ് ഇല്ലാതെ പോയി. പക്ഷെ ആരെയും പ്രേമിക്കാമെന്നോ കല്യാണം കഴിക്കാമെന്നോ ഒന്നും വാഗ്ദാനം കൊടുത്തിട്ടില്ല. എല്ലാം നല്ല റിലേഷൻഷിപ്പുകൾ മാത്രമായിരുന്നു. പക്ഷേ ഇതിൽ ഒരു ചെക്കന് എന്നോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അവൻ എന്നോട് കൂടുതൽ കറങ്ങി നടക്കും. പക്ഷേ ഞാനത് പ്രോത്സാഹിപ്പിച്ചിരുന്നില്ലെങ്കിലും അവന് നിർബന്ധമായിരുന്നത് കൊണ്ട് ചിലപ്പോഴൊക്കെ പോകും. അങ്ങനെ PGക്ക് പഠിക്കുന്ന ലാസ്റ്റ് ടൈമിൽ എൻ്റെ അച്ഛൻ ഈ ഒരു സിറ്റിയിൽ വന്നപ്പോൾ എന്നെ ആ ചെക്കൻ്റെ കൂടെ കണ്ടു. ഞാൻ അവനുമായി പ്രേമമാണെന്ന് അച്ഛൻ ഉറപ്പിച്ചു. എന്നെ വഴക്കൊക്കെ പറഞ്ഞു. കുഞ്ഞുമ്മ സമാധാനിപ്പിച്ചു. പിള്ളേരല്ലേ, എന്തെങ്കിലുമൊക്കെ ഇൻഫാക്ച്വേഷൻ തോന്നും ചേട്ടാ എന്നൊക്കെ പറഞ്ഞ് സാന്ത്വനിപ്പിച്ച് വിട്ടു. പക്ഷേ അച്ഛൻ്റെ സ്വഭാവത്തിൽ അതൊരു കരടായി കിടന്നു. അങ്ങനെയാണ് പഠനം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കല്യാണാലോചന പെട്ടെന്ന് തുടങ്ങിയത്. എനിക്കാണെങ്കിൽ പഠിത്തം കഴിഞ്ഞ് കുഞ്ഞമ്മയുടെ കൂടെ നിൽക്കാനായിരുന്നു താല്പര്യം. അത് അച്ഛൻ സമ്മതിച്ചില്ല. എന്നാലും കുഞ്ഞമ്മയ്ക്ക് ഇപ്പോൾ ഇനി എങ്ങനെ എല്ലാ ദിവസവും മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നടക്കില്ല. എങ്കിലും തീർത്ഥയാത്രകളും മറ്റ് ചില ബന്ധങ്ങളും കൊണ്ട് കുഞ്ഞമ്മ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. എങ്കിലും ഞാനുള്ളപ്പോഴാണ് ഏറ്റവും നല്ല സ്വർഗമെന്ന് കുഞ്ഞമ്മ പറയും. അങ്ങനെ വീട്ടുകാർ ഉറപ്പിച്ച ചെക്കനുമായി എൻ്റെ കല്യാണം കഴിഞ്ഞു. കാണാനൊക്കെ ഭംഗിയുള്ള ആൾ, നല്ല ജോലിയുമുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കല്യാണമെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഭർത്താവ് എന്നുള്ള രീതിയിൽ പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരാളെ തന്നെ സ്നേഹിക്കാനും ഒരേ രീതിയിൽ മുന്നോട്ട് പോകാനും എന്നെക്കൊണ്ട് പറ്റില്ല. അത് മാത്രമല്ല മാഡം, ഈ നെത്തോലിയൊന്നും എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. വലിയ തുണ്ടൻ മീൻ തന്നെ വേണം. എൻ്റെ രുചികൾ വേറെയാണെന്ന് എനിക്ക് മനസ്സിലായി. ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഇനി ഭർത്താവിനോ എനിക്കോ ഈ ബന്ധത്തിൽ ഉണ്ടാക്കാനില്ലെന്ന് മനസ്സിലായി. അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ മടുത്തു. 3 മാസം ഒരു വലിയ കാലയളവായി എനിക്ക് തോന്നുകയാണ്. അവസാനം ഞാൻ തുറന്നു പറഞ്ഞു, ഇതൊന്നും എനിക്കൊരിക്കലും സ്യൂട്ടബിൾ ആകില്ല. ഈ ബന്ധത്തിൽ നിന്ന് ഞാൻ പിന്മാറുകയാണെന്ന്.
അപ്പോൾ പുള്ളിക്കും അത് സമ്മതമാണ്. എങ്കിലും രണ്ട് വീട്ടുകാരോടും പറയാൻ മടി. വീട്ടിലേക്ക് എന്നെ തിരിച്ച് സ്വീകരിക്കുമെന്ന് പോലും എനിക്കറിയില്ല. അത്രയ്ക്ക് സ്ട്രിക്റ്റാണ് വീട്ടുകാർ. കുഞ്ഞമ്മ വിളിച്ച് പറഞ്ഞപ്പോൾ കുഞ്ഞമ്മ പറഞ്ഞു, ബന്ധം ഉപേക്ഷിച്ചിട്ട് കുഞ്ഞമ്മയുടെ കൂടെ പോയി താമസിച്ച് അവിടെ ജോലി കണ്ടെത്താൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഈ ദാമ്പത്യ ജീവിതം എനിക്ക് സ്യൂട്ടാകില്ല. ഇത് മാത്രമല്ല, ഒന്നും സ്യൂട്ടാകുമെന്ന് തോന്നുന്നില്ല. എനിക്കൊരിക്കലും ഒരാളെ പ്രണയിക്കാൻ പറ്റില്ല. ഞാൻ എത്ര ആലോചിച്ച് നോക്കിയിട്ടും ഭർത്താവിൻ്റെ കൂടെ അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്തരൊരു മനസ്സ് എന്നെ കൈവിട്ടു പോയിരിക്കുന്നു. ഇതിൽ കൗൺസിലിങ്ങിനോ അല്ലെങ്കിൽ ഡോക്ടറെ കണ്ടാലോ എന്തെങ്കിലും മാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ മാഡം? കുറേയധികം കത്തുകൾ വായിക്കുന്നതും ഒക്കെയല്ലേ, ഒന്ന് സജസ്റ്റ് ചെയ്യാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എൻ്റെ സജഷൻ ഞാൻ പറയാം. നമ്മൾ സ്വതന്ത്രമായി നടക്കുമ്പോൾ നമുക്ക് പല കൂട്ടുകെട്ടുകളും ഉണ്ടാകും. അതല്ല വിവാഹം. വിവാഹം എന്ന് പറയുമ്പോഴേക്കും ഈ ഒരു കാര്യം മാത്രം ആലോചിച്ച് നമ്മൾ ജീവിക്കേണ്ട കാര്യമല്ല. നമുക്ക് ഒരിണ, തുണ, കുടുംബം, കുട്ടികൾ, ഇങ്ങനെ ഉത്തരവാദിത്തമുള്ളൊരു പദവിയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഈ ഒരു പ്രണയം മാത്രമല്ല നമ്മുടെ ലക്ഷ്യം, മറ്റ് പല കാര്യങ്ങളുമുണ്ട്. അപ്പോൾ സ്വതന്ത്രമായി നടക്കുന്നത് വേറൊരു രീതി. അതിനകത്ത് റെസ്പോൺസിബിലിറ്റി എന്തെങ്കിലും ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. പക്ഷെ കുടുംബം അങ്ങനെയല്ല. കുടുംബത്തിന് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്വഭാവമുണ്ട്. ഒരു സ്ഥാപനത്തിൽ പോകുന്ന പോലെ തന്നെ കുറേ നിയമങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ അനുസരിച്ച് നമ്മൾ ചിലപ്പോൾ ജീവിക്കേണ്ടി വരും. ഭയങ്കര സ്വതന്ത്രമായി നടക്കുന്ന കുടുംബങ്ങളും കാണുമായിരിക്കാം. പക്ഷെ അത് എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ എല്ലാ സാഹചര്യത്തിലും പ്രാവർത്തികമാകുന്ന ഒരു കാര്യമല്ലാത്തത് കൊണ്ട് അപ്പോൾ ഒരു കുടുംബത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് കുറേ അധികം അവയർനെസ്, നമ്മുടെ മുൻ സ്വഭാവങ്ങളെക്കാൾ കൂടുതൽ അവയർനെസ് നമുക്ക് കിട്ടേണ്ടതുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ 3 മാസമായ ഭർത്താവിനെ പണ്ടത്തെ ഏതോ കാര്യത്തിൻ്റെ പേരിൽ, പണ്ടത്തെ അല്ല അല്ലെങ്കിൽ അനുഭവങ്ങളുടെ പേരിൽ ഉപേക്ഷിക്കണോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം മാത്രമാണ്. ആദ്യം ഈ വിവാഹബന്ധം നിലനിർത്തണോ എന്നുള്ളത് നിങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ച ഒരു കൗൺസിലർ, ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ പോയി കണ്ടിട്ട് കുടുംബം എന്താണ്, അതിൻ്റെ സെറ്റപ്പ് എന്താണ്, എങ്ങനെയാണ് സമൂഹത്തിൽ കുടുംബം നിലനിൽക്കുന്നത്, സ്നേഹം, സഹകരണം, ഉത്തരവാദിത്വം, ഇങ്ങനെയൊക്കെയുള്ള കുടുംബത്തിൽ നിന്നല്ലേ നിങ്ങൾ വന്നത്. നിങ്ങളൊരു അച്ഛനമ്മയുടെ മോളല്ലേ. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളിൽ നിങ്ങൾ ഉത്തരവാദിത്വം കാണിക്കുന്നുണ്ടോ എന്ന് ഓർക്കുക. അതേപോലെ ഒരു കുടുംബം തന്നെയാണ് നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് കയറ്റി ഇറക്കി തിരിച്ച് നിങ്ങളെ മാറ്റണമെങ്കിൽ കുറച്ച് കൗൺസിലിംഗ് സെഷൻസും സൈക്കോ തെറാപ്പി സെഷൻസും ആവശ്യമാണ്. അത് ഭർത്താവിനും കൊടുക്കണം. കാര്യം നിങ്ങളെപ്പോലുള്ളൊരു വ്യക്തിയെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഈ ചുരുങ്ങിയ കാലയളവിൽ ആർക്കും പറ്റില്ല. പക്ഷേ മനസ്സിലാക്കുമ്പോഴാണല്ലോ നമുക്കവിടെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് സോൾവ് ആകാനുള്ള സാഹചര്യം ഉണ്ടായി വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ആദ്യം പോയി ഒരു കൗൺസിലറെ, ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കണ്ട് ഒരു 3, 4, 5 കൗൺസിലിംഗ് സെഷൻസ് കഴിഞ്ഞിട്ടും നിങ്ങളുടെ സ്വഭാവം മാറുന്നില്ല, ഒരു രീതിയിൽ നിങ്ങൾക്ക് ഈ ലോകത്തെ പറ്റിയോ അല്ലെങ്കിൽ കുടുംബത്തെ പറ്റിയോ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ മാത്രം നിങ്ങളുടെ സ്വതന്ത്രമായ ജീവിതത്തിലേക്ക് പോകാം. ഒരിക്കലും ഒരാളോട് നമുക്ക് കുടുംബം വിട്ടിട്ട് നിങ്ങൾ സ്വതന്ത്രമായി തലതെറിച്ച് നടക്കുമെന്ന് പറയാൻ പറ്റില്ല. കാര്യം നമുക്ക് സമൂഹത്തിൽ എപ്പോഴും ഒരു നിയന്ത്രണം ആവശ്യമാണ്. അപ്പോൾ അല്ലാതെ നടക്കുന്നത് അവനവൻ്റെ വ്യക്തിപരമായ കാര്യമാണെങ്കിലും അതത്ര നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നാറില്ല. ഇപ്പം ഞാനത്ര സാന്ദ്രവാദിയാണെന്ന് പറഞ്ഞാലും കുറച്ചൊക്കെ സ്വയം നിയന്ത്രണത്തിൽ നിൽക്കുന്നതാണ് നമ്മുടെ സമൂഹത്തിന് നമുക്ക് നല്ലതെന്നാണ് എൻ്റെയും അഭിപ്രായം. അതുകൊണ്ട് ഇതിന് പോവുക, രണ്ടുപേരും കൗൺസിലിങ്ങിന് പോയി കഴിഞ്ഞ ശേഷം മാത്രമേ തീരുമാനം എടുക്കാവൂ. കൺഫ്യൂഷനിലായിരിക്കുന്ന സ്ഥിതിക്ക് ഇതൊക്കെ അനലൈസ് ചെയ്യുക. മറ്റുള്ളവർ പറഞ്ഞു കേട്ട് എടുത്ത് ചാടാതെ ഇങ്ങനെ ഒരു പ്രോസസ്സിൽ കൂടി പോയിട്ട് നിങ്ങൾ രണ്ടുപേരും സെറ്റാകുക. അതായിരിക്കും നല്ലത്. അത് കഴിഞ്ഞിട്ട് തീരുമാനം എടുക്കുക. അത് പിന്നെ എന്തെങ്കിലും ആയിക്കോട്ടെ. എങ്കിലും ഇപ്പോൾ ഇങ്ങനൊരു കാര്യം ചെയ്യേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഫലമുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതൊക്കെ ചെയ്ത ശേഷം എനിക്ക് മെയിൽ അയക്കുക കേട്ടോ.